ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് തുടങ്ങാം. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരായിരുന്നാൽ ആകയാൽ അദ്ദേഹവും മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. നമ്മൾ ഈ ബ്ലഡ് മണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. രക്തത്തിൻ്റെ വിലയായ പണമെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ രക്തപ്പണം, അല്ലെങ്കിൽ ജീവന് പകരമായി കൊടുക്കുന്ന പണം. ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 23, 24, 25 ഒക്കെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നാൽ ഗുരുതരമായ പരുക്കുണ്ടെങ്കിൽ നിങ്ങൾ ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, പാദത്തിന് പകരം പാദം, പൊള്ളന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, ചതവിന് പകരം ചതവ് എന്നീ ക്രമത്തിൽ ശിക്ഷ നടപ്പാക്കണം. ഇത് പുതിയ നിയമമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ആളുകൾ പറയും ഇത് ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരുത്തൻ്റെ കണ്ണ് നമ്മൾ മൂലം പോയാൽ അവൻ ആ കണ്ണുകൊണ്ട് ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. ഒരുത്തൻ്റെ കൈ നമ്മുടെ കൈ മൂലം പോയാൽ അവൻ ആ കൈ കൊണ്ട് ചെയ്യേണ്ട പണി നമ്മുടെ കൈ കൊണ്ട് ചെയ്യണം. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് പല്ലിന് പകരം പല്ല് തന്നെ കളയണമെന്നാണ്. കണ്ണിന് പകരം കണ്ണ്, കൈ, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, പാദത്തിന് പകരം പാദം, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, ചതവിന് പകരം ചതവ് എന്നീ ക്രമത്തിൽ ശിക്ഷ നടപ്പാക്കണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന അതേപോലെ തന്നെ എഴുതിയേക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയാണ്. മരണത്തിന് പകരം എന്നാ വേണം? മരണത്തിന് പകരം മരണം തന്നെ വേണം. ഏദൻ തോട്ടത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെയാണ് മരിച്ച മനുഷ്യനെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കഴിച്ചാൽ നീ അറിവുള്ളവനാകുമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ദൈവത്തിൽ അധികമായിട്ട് സാത്താൻ്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ അത് കഴിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോവുകയും ചെയ്തു. അതായത് മരണം സംഭവിച്ചു. ഈ മരണം സംഭവിച്ചവനെ വീണ്ടെടുക്കണമെങ്കിൽ വേറൊരു മരണം വേണം. ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം മരണം സംഭവിച്ചവനെ മരണത്തിലൂടെ തന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ഭൂമി വന്നിട്ട് ഈ ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14, 15 വാക്യങ്ങൾ പ്രകാരം നടത്തിയത്. ഒന്നുകൂടെ വായിക്കാം. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പോൾ അതിനുവേണ്ടി വന്നിട്ട് മാംസരക്തങ്ങൾ ചിന്തിയിട്ടാണ്. അപ്പോൾ ഈ മാംസരക്തങ്ങളുടെ പദ്ധതി എന്താണെന്ന് അത് ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു ഇസ്രായേലിനോടോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയോ, ഒരു ഇസ്രായേലിനോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന ഒരു പരദേശിയോ രക്തം ഭക്ഷിച്ചാൽ അവന് വിരോധമായി ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും അവനെ സ്വന്തം ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയുകയും ചെയ്യും. കാരണം മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. യാഗപീഠത്തിൽ നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം വരുത്താൻ അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. രക്തമാണ് ഒരാളുടെ ജീവന് വേണ്ടി പരിഹാരം വരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇസ്രായേലോട് പറയുന്നു, നിങ്ങളിലാരും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ രക്തം ഭക്ഷിക്കുന്നവനെ ഛേദിച്ച് കളയണം. കാരണം മാംസത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ഒരാളുടെ ജീവന് വേണ്ടി പാപപരിഹാരം വരുത്തുന്നത് രക്തമാണ് എന്ന് ബൈബിൾ പറയുന്നു. ഒരാളുടെ ജീവന് വേണ്ടി പാപപരിഹാരം വരുത്തുന്നത് രക്തമാണ്. അതുകൊണ്ട് രക്തം ഭക്ഷിക്കരുത് എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ രക്തത്തിൻ്റെ വിലയായ പണവും സ്വീകരിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത്. നമുക്കത് അങ്ങനെ മനസ്സിലാവും. ഭക്ഷിക്കരുതാത്ത ഒരു സാധനം അതിനൊരു വില മേടിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല.
അത് ബൈബിളിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് നോക്കാമെങ്കിൽ അത് അപ്പസ്തോല പ്രവർത്തിക്കകത്ത് മത്തായി സുവിശേഷത്തിൽ നമുക്ക് 27-ാം അധ്യായത്തിൽ അതിൻ്റെ 3, 4, 5 ഒക്കെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂദ അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് അയാൾ പറഞ്ഞു. അതിന് ഞങ്ങൾക്കെന്ത്, അത് നിൻ്റെ കാര്യം എന്ന് അവർ മറുപടി പറഞ്ഞു. യൂദ പണം ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പോയി തൂങ്ങി മരിച്ചു എന്നാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ പാപം ചെയ്ത് ഒറ്റിക്കൊടുത്ത ശേഷം കിട്ടിയ പണം അവൻ കൊണ്ടുപോയി ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അപ്പസ്തോല പ്രവൃത്തിക്കകത്ത് അപ്പസ്തോല പ്രവൃത്തി 1:18-19 അയാൾ തൻ്റെ ദുഷ്ടതയ്ക്ക് ലഭിച്ച പ്രതിഫലം കൊണ്ട് ഒരു നിലം വാങ്ങി. അവിടെ തലകീഴായി വീണു. അയാളുടെ ശരീരം പിളർന്ന് കുടലെല്ലാം ചിതറിപ്പോയി. യെറൂസലേമിലുള്ള എല്ലാവരും ഇതേപ്പറ്റി കേട്ടു. അതുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേര് ലഭിച്ചു. അതായത് ആ രക്തത്തിൻ്റെ വില കൊണ്ട് മേടിച്ച സ്ഥലത്തിന് വരെ പേരുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് അക്കൽദാമ. ആ സ്ഥലം ഇന്നും ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മുകളിലൂടെ ഒരു കിളികൾ പോലും പറന്നു പോവില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് കൃത്യമായിട്ടും ഇതെല്ലാം പ്രവചനങ്ങളായിരുന്നു. സങ്കീർത്തനത്തിനകത്ത് 69-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 69-ൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ വാസസ്ഥലം ശൂന്യമായി തീരട്ടെ, അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. സങ്കീർത്തനം 109-ൻ്റെ 8-നോടും ഇതിനോട് സമാനമായ വാക്കുകളുണ്ട്. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർന്ന് അതിൻ്റെ 27-ൻ്റെ 7, 8, 9 ഇങ്ങനെ പറയുന്നു, അവർ കൂടിയാലോചിച്ച് ആ പണം കൊണ്ട് പരദേശികൾക്കൊരു ശ്മശാനമായി കുശവൻ്റെ നിലം വാങ്ങാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് ആ സ്ഥലം ഇന്നും രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം അവന് നിശ്ചയിച്ച വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവ് തങ്ങളിലോട് കൽപ്പിച്ചതുപോലെ കുശവൻ്റെ നിലം വാങ്ങാൻ ഉപയോഗിച്ചു എന്ന് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചത് ഇങ്ങനെ നിറവേറി. യിരെമ്യാവ് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലൊക്കെയാണ് ഈ സംഭവം കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രവചനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സക്കറിയാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 12, 13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരിക, ഇല്ലെങ്കിൽ തരേണ്ടതില്ല. അങ്ങനെ അവർ എനിക്ക് 30 വെള്ളിക്കാശ് എൻ്റെ കൂലിയായി തന്നു. യഹോവ എന്നോട് അത് കുശവന് എറിഞ്ഞു കളയുക എന്ന് കൽപ്പിച്ചു. അതായിരുന്നു അവർ എന്നെ മതിച്ച വില. അങ്ങനെ ഞാൻ 30 വെള്ളിക്കാശ് എടുത്ത് യഹോവയുടെ ആലയത്തിൽ കുശവന് എറിഞ്ഞു കൊടുത്തു എന്നെഴുതി. അതായത് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്നേഹവാനായ ദൈവം മക്കൾ മാംസരക്തങ്ങളോടുകൂടി ഭൂമിയിൽ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ഇവർ പാപത്തിലല്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതും തിരിച്ചിവരെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നിയമപ്രകാരം തന്നെ പരിഹാരം ചെയ്യേണ്ടതിനും ദൈവമായ യേശുക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് വന്ന്, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് വന്ന് ശരീരത്തിൽ രക്തം ചിന്തി പാപപരിഹാരം നടത്തി. നമ്മൾ ഒന്നുകൂടെ വായിച്ചു, ജീവന് പകരം ജീവൻ വേണം, കണ്ണിന് പകരം കണ്ണ് വേണം, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, പാദത്തിന് പകരം പാദം, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, ചതവിന് പകരം ചതവ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മരണത്തിന് പകരം മരണമാണ്, ജീവന് പകരം ജീവനാണ്. ജീവൻ ഇരിക്കുന്നത് രക്തത്തിലായതുകൊണ്ട് അത് ഭക്ഷിക്കുന്നവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റണം. അതുകൊണ്ടായി തല്ലിക്കൊന്നതിൻ്റെ ഇറച്ചി ഒന്നും തിന്നരുത് എന്ന് ബൈബിൾ പറയുന്നത്. അറുത്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് രക്തമെല്ലാം വെളിപ്പോവും മാംസത്തിൽ നിന്ന്. അത് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. തല്ലിക്കൊല്ലുന്നതിൻ്റെ ഇറച്ചി ഒന്നും മേടിച്ച് കഴിക്കരുതെന്ന് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവന് പകരം ജീവൻ നൽകാൻ അവൻ ഭൂമി വന്നു, ജീവൻ്റെ വിലയായി രക്തം നൽകുകയും ചെയ്തു. അതുകൊണ്ട് രക്തം നമ്മൾ ഭക്ഷണത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ പോകരുത്. അങ്ങനെയുള്ളവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവന് ദൈവത്തിൻ്റെ സഭയിൽ ആത്യന്തികമായി അംഗത്വം ഉണ്ടായിരിക്കില്ല എന്നതാണ്. പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, സമയത്തിനായി, സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റെ വചനത്തിനും വ്യവസ്ഥയ്ക്കും വിപരീതമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് എല്ലാം യോഗ്യമായി ചന്തമായി ചെയ്ത് അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.